പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ സന്ദേശത്തിൻ്റെ വിഷയം ദൈവത്തെ ഭയപ്പെടുന്നവർ ഭരണകൂടത്തിൻ്റെ ഭീഷണിയിലും നീതിക്കും ന്യായത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളും എന്നതാണ്. വിശുദ്ധ വേദ പുസ്തകം പുറപ്പാട് പുസ്തകം 1:15 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള 2 എബ്രായ നേഴ്സുമാരുടെ കഥ ഈ വിഷയത്തെക്കുറിച്ച് അതിശക്തമായ ഒരു വിശ്വാസ സാക്ഷ്യം നൽകുന്നു. അവർ മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെടുകയും സ്വന്തം ജീവനെ ഗണ്യമാക്കാതെ എബ്രായ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി നിലനിൽക്കുകയും വിശ്വാസത്തിന്റെ മാതൃകയായി തീരുകയും ചെയ്തിരിക്കുന്നു. ശിപ്ര എന്ന പേരിന്റെ അർത്ഥം സൗന്ദര്യം എന്നും പൂവ എന്നാൽ അതിമനോഹരമായത് എന്നും അർത്ഥം. ദൈവം പരമോന്നത അധികാരിയാണ് എന്നുള്ള തങ്ങളുടെ അംഗീകാരത്തിന്റെയും വിശ്വാസത്തിന്റെയും നിശബ്ദമായ പ്രഖ്യാപനമായിരുന്നു അവരുടെ പ്രവൃത്തി. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 46 പ്രകാരം ഈ സംഭവം ഇപ്രകാരം ആരംഭിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമമുണ്ടായതിനാൽ യാക്കോബ് തന്റെ കുടുംബത്തോടൊപ്പം മിസ്രൈം ദേശത്തേക്ക് പോയി. 70 പേരോടൊപ്പം അവിടെ എത്തിയ യാക്കോബിന്റെ വംശം സന്താന സമ്പന്നരായി അത്യധികം വർദ്ധിച്ചു പെരുകി. ആ ദേശത്ത് അധികം ബലപ്പെട്ടു. ഇത് കണ്ട മിസ്രൈമ്യർ ഇസ്രായേല്യരെ ഭയപ്പെട്ടു. യുദ്ധകാലത്ത് അവർ ശത്രുക്കളോട് ചേർന്ന് യുദ്ധം ചെയ്യും എന്ന ആശങ്ക മൂലം ഇസ്രായേല്യരെ അവർ അടിമകളാക്കി കഠിനാധ്വാനത്തിലൂടെ പീഡിപ്പിച്ചു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ഇസ്രായേൽ ജനം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ആയതിനാൽ മിസ്രൈം രാജാവായ ഫറവോൻ എബ്രായ ജനസംഖ്യയെ നശിപ്പിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ശിഫ്ര എന്നും പൂവ എന്നും പേരുള്ള 2 എബ്രായ സൂതി കർമ്മിണികളെ വരുത്തി അവരോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: എബ്രായ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ അവനെ കൊല്ലേണം, പെൺകുട്ടിയാണെങ്കിൽ അവൾ ജീവനോടെ ഇരിക്കട്ടെ. എന്നാൽ ആ സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുട്ടികളെയും ജീവനോടെ രക്ഷിച്ചു. ആയതിനാൽ വീണ്ടും മിസ്രൈം രാജാവ് അവരെ വിളിപ്പിച്ചു, നിങ്ങൾ ആൺകുട്ടികളെയും എന്തുകൊണ്ട് ജീവനോടെ വിടുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ നേഴ്സുമാർ ഫറവോനോട്, ദായമാർ എത്തുന്നതിനു മുൻപേ ഇസ്രായേൽ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു. അതിനാൽ ദൈവം ദായമാരോട് കൂടെയിരുന്നു അവർക്ക് നന്മ ചെയ്തു. മോശ ഉൾപ്പെടെ ധാരാളം ശിശുക്കളെ അവർ ജീവനോടെ രക്ഷിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ വർദ്ധിച്ച് വളരെ ശക്തരായി തീർന്നു. അവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ദൈവം അവർക്ക് കുടുംബവർദ്ധനയും വീടുകളും കുടുംബങ്ങളും സ്ഥാപിച്ചു കൊടുത്തു. ആമേൻ. അത് പ്രിയമുള്ളവരെ, ഒന്നാമതായി ഈ സ്ത്രീകളുടെ ദൈവഭയത്തെക്കുറിച്ച് ചിന്തിക്കാം. രാജാവിന്റെ ആജ്ഞയേക്കാൾ ദൈവത്തെ ഭയപ്പെട്ട 2 സ്ത്രീകളാണ് ശിപ്രയും പൂവയും. അവർ തുറന്ന കലാപം നടത്തിയില്ല, വാളെടുത്തില്ല, ജനത്തെ കൂട്ടിയില്ല. പക്ഷെ അവർ ചെയ്തത് വളരെ ശക്തമായിരുന്നു. അനീതിയുള്ള ഒരു ആജ്ഞ അനുസരിക്കാതെ അതിക്രൂരമായ സംവിധാനത്തിനോട് നിശബ്ദമായി എതിർത്തു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് വേണ്ടിയുള്ള ധൈര്യം എല്ലായ്പ്പോഴും ശബ്ദമുള്ളതായിരിക്കണമെന്നില്ല എന്നതാണ്. ചിലപ്പോൾ അത് നിശബ്ദമായത് എങ്കിലും ഉറച്ച നിലപാടായിരിക്കും. ആമേൻ. ഈ ദായമാർ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് അവരോട് കൽപ്പിച്ചതുപോലെ അവർ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെയും ജീവനോടെ വിടുകയായിരുന്നു. സാധാരണയായി ഭയം എന്ന വാക്ക് കേൾക്കുമ്പോൾ നാം ഓർക്കുന്നത് പേടിയും വിറയലുമാണ്. എന്നാൽ ശിഫ്രയും പൂവയും അനുഭവിച്ച ദൈവഭയം അങ്ങനെ ഒരു ഭയമായിരുന്നില്ല. അവരുടെ ദൈവഭയം എന്നത് ദൈവത്തോടും ദൈവജനത്തോടും ഉള്ള ബഹുമാനം, ഭക്തി, സ്നേഹം ഇവയൊക്കെ അടങ്ങിയതായിരുന്നു. അതിനാൽ അവരുടെ രാജാവിന്റെ ആജ്ഞയോടുള്ള അനുസരണമില്ലായ്മ ദൈവസന്നിധിയിൽ ഒരു ധിക്കാര പ്രവൃത്തിയായിരുന്നില്ല. പകരം ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും വിശ്വാസത്തിലും നിന്നുമുള്ള ഒരു ആത്മീക തീരുമാനമായിരുന്നു. ആമേൻ. എല്ലാ കാലത്തും എല്ലാ സംസ്കാരങ്ങളിലും മനുഷ്യർ രാജാക്കന്മാരെയും നിയമങ്ങളെയും ഭയപ്പെട്ടിട്ടുണ്ട്. രാജാവിന്റെയും ഭരണകൂടത്തിന്റെയും ആജ്ഞകൾ വലിയ ഭയത്തോടുകൂടെ തന്നെ അനുസരിച്ചു വരുന്നു. ഇവിടെയും ശിഫ്രയും പൂവയും ഈ കാര്യങ്ങളിൽ അജ്ഞരായ സ്ത്രീകളായിരുന്നില്ല. അവർ ചെയ്യുന്നത് എത്ര അപകടകരമാണെന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. രാജാവിന്റെ ആജ്ഞ ലംഘിക്കുന്നത് മരണശിക്ഷയിലേക്കോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിലേക്കോ നയിക്കാം എന്നും അത് സ്വന്തം ജീവനും കുടുംബാംഗങ്ങളുടെ ജീവനും വലിയ അപകടത്തിലാക്കുന്നതിന് തുല്യമാണ് എന്നും അവർക്കറിയാമായിരുന്നു. എന്നാൽ അവർ അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ല. കാരണം അവരുടെ വിശ്വാസം സർവശക്തനായ ദൈവത്തിൽ ആയിരുന്നു. അവർ ജീവനെ അത്യന്തം വിലമതിച്ചു. ശിപ്രയും പൂവയും ഫറവോന്റെ ആജ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് ദീർഘമായി ചർച്ച ചെയ്തില്ല. എന്നാൽ
അവരുടെ വിശ്വാസം അവരോട് പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് ദൈവഹിതമല്ല. ദൈവം ജീവനെ നശിപ്പിക്കുന്നവനല്ല. ദൈവം ജീവൻ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, വിലമതിക്കുന്നു. ആമേൻ. ശിപ്രയും പൂവയും ഈ ദൈവിക മൂല്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ആകയാൽ അവർ സ്വയം രക്ഷിക്കാതെ സ്വയം സംസാരിക്കുവാനാകാത്തവരെ രക്ഷിച്ചു. സദൃശവാക്യങ്ങൾ 31:8-9 എന്നീ വചനങ്ങളിൽ പറയുന്നു, സംസാരിക്കുവാനാകാത്തവർക്ക് വേണ്ടി നിന്റെ വായ തുറക്കുക, ദരിദ്രന്റെയും ആവശ്യക്കാരന്റെയും കാര്യം ന്യായത്തോടെ ന്യായം വിധിക്കുക. എന്നാൽ ഈ വചനം അവർ വായിച്ചിരുന്നില്ല. പക്ഷെ അവർ ഈ വചനത്തിനായി നിലകൊണ്ടു ജീവിച്ചു, വിജയിച്ചു. ആമേൻ. അവർ രക്ഷിച്ച ആ കുഞ്ഞുങ്ങളിൽ ഒരാളായിരുന്ന മോശയിലൂടെ പിന്നത്തേതിൽ ഇസ്രായേൽ ജാതിക്ക് അടിമത്വത്തിൽ നിന്ന് വിടുതൽ സാധ്യമായി. അവരുടെ ഭാവിയിലെ നേതാവിന്റെ ജീവൻ നിലനിർത്തപ്പെടുവാൻ സാധിച്ചു. ഇപ്രകാരം ഈ രണ്ട് സ്ത്രീകൾ നിശബ്ദരായി എടുത്ത ഒരു തീരുമാനം ഇസ്രായേൽ ജാതിയുടെ ചരിത്രം തന്നെ മാറ്റി. ആമേൻ. രണ്ടാമതായി, ദൈവത്തിൽ നിന്ന് ഇവർക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 1:21 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി അനുഗ്രഹിച്ചു. ആമേൻ. ദൈവം അവരുടെ ധൈര്യവും വിശ്വാസവും കണ്ടു. നീതിക്കും ന്യായത്തിനും ഒരു തലമുറയുടെ ജീവനും വേണ്ടിയുള്ള അവരുടെ അനുസരണയില്ലായ്മ കണ്ടു. ദൈവം അവരെ ആദരിച്ചു. ബുദ്ധിയോടും ജ്ഞാനത്തോടും ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും അനേകം ജീവനുകളെ രക്ഷിപ്പാനും രാജാവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽപ്പാനും ദൈവജനത്തിന്റെ നിലനിൽപ്പിനായി രാജകൽപ്പന ലംഘിക്കുവാനും ഒപ്പം ബുദ്ധിയോടുകൂടെ ഉത്തരം പറയുവാനും അവരിലെ ദൈവഭയം അവരെ സഹായിച്ചു. രാജാവിനോടുള്ള ഭയം, കുടുംബത്തോടുള്ള സ്നേഹം, സ്വന്തം ജീവന്റെ സുരക്ഷ എന്നിവയ്ക്കൊന്നിനും ഈ നഴ്സുമാരുടെ ഹൃദയത്തിലെ ദൈവഭക്തിയെ മറികടക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. അതിന്റെ ഫലമായി പരമോന്നതനും സൃഷ്ടാവും സകലത്തിന്റെയും ഉടയവനും സർവശക്തനുമായ ദൈവം രാജാവിന്റെയും രാജ്യത്തിന്റെയും ശിക്ഷയിൽ നിന്നും മരണത്തിൽ നിന്നും അവരെ രക്ഷിക്കുകയും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആമേൻ. ഹല്ലേലൂയ. അവർ രാജാവിന്റെ ആജ്ഞ അവഗണിച്ചു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടമായില്ല. ഇവിടെ മനുഷ്യരെ അനുസരിക്കാതിരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായില്ല. പകരം ദൈവം അവരെ ഉയർത്തി. ആയതിനാൽ ദൈവത്തെ ഭയപ്പെടുന്നവർ, അനീതിക്കെതിരെ നിൽക്കുവാൻ ധൈര്യം കാണിക്കുന്നവർ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിലെ ഉപകരണങ്ങളാകുന്നു. ആമേൻ. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ബുദ്ധിയും അവരിലൂടെ മറ്റുള്ളവരിലേക്കും എത്തുന്നു എന്നും ശിഫ്രയും പൂവയും നമ്മെ ഓർപ്പിക്കുന്നു. ആമേൻ. മൂന്നാമതായി, ആ നഴ്സുമാർക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന സമ്മാനങ്ങളുടെയും സാമ്പത്തിക പ്രലോഭനങ്ങളുടെയും വെല്ലുവിളിയെക്കുറിച്ച് ചിന്തിക്കാം. രാജാവോ ഭരണാധികാരികളോ അസത്യത്തിന്റെയും അനീതിയുടെയും വഴിയിലേക്ക് വഴുതി പോകുമ്പോൾ തങ്ങളുടെ സമ്പത്തും ജോലിയും സംരക്ഷിക്കുവാനായി പലരും മൗനം പാലിക്കുന്നതാണ് സാധാരണയായി കാണപ്പെടുന്നത്. അസത്യത്തോടൊപ്പം നിൽക്കാതെ അതിനെതിരെ നിലകൊള്ളുവാൻ ധൈര്യം കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും. എന്നാൽ ഇവിടെ നാം കാണുന്ന അവസ്ഥ അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇസ്രായേല്യരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിലൂടെ രാജാവിൽ നിന്നും ലഭിക്കാവുന്ന സാമ്പത്തിക ലാഭത്തെയും രാഷ്ട്രീയ സുരക്ഷയെയും കാളുപരിയായി ഈ ദായമാരുടെ ജീവിതത്തിൽ ദൈവഭക്തി ശക്തമായിരുന്നു. അധികാരത്തിന്റെ സമ്മർദ്ദമോ ധനത്തിന്റെ പ്രലോഭനമോ ഒന്നിനും അവരെ ദൈവഭക്തിയിൽ നിന്നും അകറ്റുവാൻ കഴിഞ്ഞില്ല. ആമേൻ. അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും ഇതുപോലുള്ള ഒരു ജീവിതമാണ്. ഈ ദായമാരെ പോലെ സത്യവിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയുന്ന അനുസരണത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് കൂട്ടവകാശികളാകുക എന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3:14 പടജനവും സ്നാപക യോഹന്നാനോട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിവായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പ്പിൻ എന്ന് അവരോട് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇവിടെ ഒരു സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു വിശ്വാസിയായ നഴ്സ് ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു. ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ സ്ത്രീകളുടെ കൈകളിൽ നിന്നും അനധികൃതമായി ഒരു നിശ്ചിത തുക വാങ്ങുന്ന പതിവുണ്ടായിരുന്നു. ആ പണം എല്ലാവരും തമ്മിൽ വീതിച്ചെടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഞാൻ വിശ്വാസിയാണ് എന്ന് ചിന്തിച്ച് അത് വേണ്ട എന്ന് വച്ചാലും പണം തരുന്നവർക്ക് ഒരു ലാഭവും ഉണ്ടാകില്ലായിരുന്നു. ലഭിക്കുന്നവർക്ക് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം സങ്കടത്തോടും നിർബന്ധത്തോടും കൂടി നൽകുന്ന ആ ധനം ഞാൻ അർഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലും
എൻ്റെ ഭവനത്തിലും കൊണ്ടുപോകുവാൻ ഞാൻ ഭയപ്പെട്ടു. ആയതിനാൽ ഞാൻ അത് സ്വീകരിക്കുന്നില്ല. ഈ അനുസരണത്തിലൂടെ എനിക്ക് സമാധാനവും വിശ്വാസവും അനുഗ്രഹവും ലഭിക്കുന്നു. ആമേൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ വിഷയത്തിൽ ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:12 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദീനത അനുഭവിക്കുവാനും സമൃദ്ധിയിലായിരിക്കുവാനും എനിക്ക് അറിയാം. എല്ലാ സാഹചര്യങ്ങളിലും തൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും തൃപ്തിയോടെ ഇരിക്കുവാൻ കഴിയുക എന്നത് ഒരു ഉന്നതമായ ആത്മീക അനുഭവവും ശക്തമായ സാക്ഷ്യവുമാണ്. അത് ദൈവമായ കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയതും അത്യുത്തമവുമായ അനുഗ്രഹവും കൃപയും തന്നെയാണ്. ആമേൻ. ഇത് അനേകം ദൈവജനത്തോടൊപ്പം എൻ്റെയും കൂടെ സാക്ഷ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. നാലാമതായി, അന്ന് ഇസ്രായേല്യരെ അത്യധികം പീഡിപ്പിച്ച് അവരുടെ വംശത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:31 പറയുന്നു, ആദ്യ നൂറ്റാണ്ടിലെ സഭയും വലിയ പീഡനങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും നടുവിലും രാജാക്കന്മാരുടെയും അധികാരികളുടെയും മധ്യത്തിൽ ദൈവഭയത്തിലും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്തിലും കൃപയിലും ശക്തിയിലും നടക്കുകയും വളരുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. ആമേൻ. അപ്രകാരം തന്നെയാണ് ഇന്നും രാഷ്ട്രീയ അധികാരങ്ങൾ ഉപയോഗിച്ച് പുതിയ നിയമസംഹിതകൾ സൃഷ്ടിച്ച് കർത്താവിന്റെ സഭയെയും ദൈവത്തിന്റെ ജനത്തെയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. കർത്താവിന്റെ സഭയുടെ ഭാഗമായിരിക്കുന്നവർ കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന പ്രാദേശിക സഭകളെ നശിപ്പിക്കുവാനായുള്ള എല്ലാ നിയമസാധ്യതകളും ഇന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മിസ്രൈമിൽ നിന്ന് തന്നെ ആരംഭിച്ചതാണ്. എന്നാൽ പരമോന്നതനും സർവശക്തനുമായ ദൈവം രാജ്യങ്ങളുടെ മുകളിൽ പരമോന്നതനായ അധികാരിയാണ് എന്നുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും ദൈവഭയത്തിലും നിലനിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൃഢമായി നിലനിൽക്കുകയും തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും രക്ഷയെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരിലൂടെ നമ്മുടെ തലമുറകൾ ആത്മീക മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് നിത്യരക്ഷ കരസ്ഥമാക്കുന്നു. ആമേൻ. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികളുടെ ജീവിതത്തിലും രാജാവിനോടും നിയമങ്ങളോടുമുള്ള ഭയം ചില സന്ദർഭങ്ങളിലെങ്കിലും സൃഷ്ടികർത്താവായ ദൈവത്തോടുള്ള ഭയത്തെക്കാൾ ശക്തമായിരിക്കുന്നു. ഇത് ഈ നാളുകളിൽ സുവിശേഷത്തിന്റെ പേരിൽ ഉപദ്രവങ്ങൾ അനുഭവിക്കുന്ന ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള ധാരാളം പേരുടെ ജീവിതങ്ങളിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ എത്ര ഭീകരമായ സാഹചര്യങ്ങളിലൂടെ ആയാലും സർവശക്തനായ ദൈവം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നു എന്ന വിശ്വാസവും ആശ്രയവുമാണ് സഭയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നത്. 2 ദിനവൃത്താന്തങ്ങൾ 32:8 യഹൂദ രാജാവായ യെഹസ്ക്യാവ് ഇപ്രകാരം പറയുന്നു, അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഭയത്തിൽ ദൈവജനത്തോടൊപ്പം ദൈവത്തിന്റെ പക്ഷത്തായി നിലനിന്നാൽ ഈ എബ്രായ ദായമാരുടെ ഭവനം പണിതു നൽകുകയും നിലനിർത്തുകയും ചെയ്ത ദൈവം ഇന്നും തന്നെ ഭയപ്പെടുന്നവരെ എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ വിശ്വാസയോഗ്യനും ശക്തനുമാണ്. അതുമാത്രമല്ല, പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യമായതും തകർന്നു പോകാത്തതും കൈപ്പണി അല്ലാത്തതുമായ ഒരു ഭവനം നമുക്കായി ഒരുക്കുന്നവനാണ്. ആയതിനാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:3 കർത്താവായ യേശു പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഉള്ളിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് തന്നെ. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഭയമോ ധനലാഭമോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിനും ആശ്രയത്തിനും ദൈവ ഭയത്തിനും മുകളിൽ ആധിപത്യം പുലർത്താതിരിക്കുവാനായും ഉപദ്രവങ്ങളുടെ സമയങ്ങളിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും ദൈവത്തിന്റെ സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നിലനിൽക്കുവാനായും സർവ്വലോകത്തിന്റെയും പരമാധികാരിയായ ദൈവമായ കർത്താവിന്റെ ഭയത്തിലും ഭക്തിയിലും സ്ഥിരമായി നിലനിൽക്കുവാനായും കർത്താവായ യേശു തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആമേൻ. ആമേൻ.